ഇത് നമ്മുടെ വ്യക്തിപരമായ ജീവിതവുമായിട്ടാണ് നമ്മൾ റിലേറ്റ് ചെയ്യേണ്ടത്. ഇത് നമ്മളോട് നമ്മുടെ ദൈവം പറയുന്ന വാക്കുകളാണ്. ഓരോ ദിവസവും ജീവിതത്തെ, നിലപാടുകളെ, ചിന്തകളെ, പ്രവൃത്തികളെ തിരുത്തുകയും നവീകരിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു ആത്മീയ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. എല്ലാം ശുഭകരമായിരിക്കുന്നു, നന്നായിരിക്കുന്നു എന്ന് തോന്നുന്ന നിമിഷം മുതൽ നമ്മുടെ ആത്മീയ പുരോഗതി അവസാനിക്കുകയാണ്. കെട്ടിക്കിടക്കുന്ന ജലം ജീർണമാകുന്നത് പോലെ ഒഴുകാത്ത, പുരോഗതി പ്രാപിക്കാത്ത, വളരാത്ത ഒരാത്മീയ ജീവിതം സത്യത്തിൽ അത് നിന്ന സ്ഥലത്ത് തന്നെ നിൽക്കുകയല്ല, താഴേക്ക് പോവുകയാണ്, മലിനമാവുകയാണ്. നിരന്തരമായി ദൈവാത്മാവിനാൽ നവീകരിക്കപ്പെട്ട് ദൈവത്തിലേക്ക് മടങ്ങി വന്ന് മാനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കാനുള്ള ഒരു ആത്മശോധനയുടെയും വിലയിരുത്തലിൻ്റെയും തിരിച്ചറിവിൻ്റെയും സമയമായി ഈ പ്രവാസകാലത്തിൻ്റെ വായനകൾ മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.